ഹമാസ് നേതാവ് ഇസ്മായിൽ ഖാനിയെ കൊലപ്പെടുത്തിയത് ചരിത്രപരമായിരിക്കുന്ന മണ്ടത്തരമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. വ്യത്യസ്തമായിരിക്കുന്ന മലീഷ വിഭാഗം നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിനെതിരെ യുദ്ധമുഖത്ത് സജീവമായിരിക്കെ അവർക്ക് ഒന്നുകൂടി സജീവത വരുത്താനുള്ള ഒരു സാഹചര്യവും കാരണവും ഇസ്രായേൽ സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നുള്ളതും ഹമാസിന്റെ നേതാവിന്റെ മരണത്തോടുകൂടി പ്രത്യേകപരമായിരിക്കുന്ന എന്തെങ്കിലും മാറ്റങ്ങളോ ഗുണങ്ങളോ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാവില്ല എന്നുള്ളത് കൃത്യമായി അറിയുന്നൊരു രാജ്യം എന്ന നിലക്ക് അനവസരത്തിലുള്ള ഈ അക്രമവും ഈ കൊലപാതകവും തീർച്ചയായിട്ടും വലിയ തിരിച്ചടി ഇസ്രായേലിന് ഉണ്ടാവാനുള്ള സാധ്യതയും വിലയിരുത്തപ്പെടുകയാണ്. ഇറാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യുദ്ധപ്രഖ്യാപനം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. തങ്ങളുടെ ടെറിറ്ററിയിൽ കയറിയിട്ടുള്ള അക്രമം, തങ്ങളുടെ അതിഥിയെ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, ഇതെല്ലാം ലോകത്തിന് മുൻപിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാനത്തിനേറ്റ ക്ഷതമാണെന്നും തീർച്ചയായിട്ടും ഇതിന് തിരിച്ചടി ഉണ്ടാകും എന്നൊരു മുന്നറിയിപ്പുമാണ് ഇറാന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. മാത്രവുമല്ല, നിലവിലെ ഇസ്രായേലിനെതിരെ സമരം ചെയ്യുന്ന അല്ലെങ്കിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായിരിക്കുന്ന പ്രോക്സി വിഭാഗത്തെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരുപക്ഷെ വലിയൊരു യുദ്ധത്തിന് നേതൃത്വം നൽകാൻ ഇറാന് ഒരു വിഷയം കാരണമായിരിക്കുന്നു, അല്ലെങ്കിൽ ഇറാനെ കൂടി ഈ ഒരു യുദ്ധത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു ക്ഷണക്കത്ത് പോലെയാണ് യഥാർത്ഥത്തിൽ ഈ കൊലപാതകം നടന്നത് എന്ന തരത്തിലുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് ലോകത്ത് അങ്ങോളം ഇങ്ങോളം ഇസ്മായിൽ ഖാനിയുടെ മരണവുമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഉത്തരവാദിത്വം ഇപ്പോഴും ഇസ്രായേൽ ഏറ്റെടുത്തിട്ടില്ലെങ്കിലും ഇസ്രായേൽ ആണ് എന്ന് ഹമാസ് ആദ്യഘട്ടത്തിൽ തന്നെ ആരോപിച്ചിരിക്കുന്നു. അത് നിഷേധിക്കാനോ അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയാനോ ഇസ്രായേൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് തയ്യാറായിട്ടില്ലെങ്കിലും ഒറ്റപ്പെട്ട രീതിയിലുള്ള മന്ത്രിമാരൊക്കെ ഇതിനെ പരാമർശിച്ചുകൊണ്ട് വലിയ ശത്രു നഷ്ടപ്പെട്ടത് വലിയ ഗുണമാണെന്നുള്ളതും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണ് എന്ന രീതിയിലുള്ള ചെറിയ പരാമർശങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കുന്നതായിരിക്കുന്ന വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഇപ്പോൾ ഈ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അന്വേഷണമാണ് ഇറാൻ പ്രഖ്യാപിച്ചത്. 967 സമാനമായിരിക്കുന്ന ഒറ്റുകാർ ഇറാന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നോ എന്ന തരത്തിലുള്ള അന്വേഷണമാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ളത് എന്ന തരത്തിലുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടി സാധിക്കുകയാണ്. 960 അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഈജിപ്ത് എന്ന് പറയുന്ന അന്നത്തെ അറബ് മേഖല ഏറ്റവും സൈനികപരമായിരിക്കുന്ന ശക്തിയുള്ള രാജ്യം ഏത് തരത്തിലാണ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത് എന്നതിന്റെ രഹസ്യമായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഒറ്റുകാരന്റെ റോളിൽ ആ സമയത്ത് ഫ്രാൻസും അമേരിക്കയും ഇസ്രായേലിന് ഒറ്റുകൊടുത്തു എന്നുള്ളതാണ് പിൽക്കാലത്ത് തെളിയിക്കപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. 11 മണിക്ക് ഏകദേശം അന്നത്തെ ദിവസം രാവിലെ 10-11 മണി സമയത്ത് യുദ്ധാരംഭം ഉണ്ടാവുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്ന ആ സാഹചര്യത്തിൽ ഇസ്രായേൽ ഈജിപ്തിന്റെ യുദ്ധ ടാങ്കുകളിലോ യുദ്ധവിമാനങ്ങളിലോ ഒന്നും ആ സമയത്ത് സൈനികർ ഇല്ലാതിരുന്നു എന്നുള്ളതും 8 മണി സമയത്ത് പ്രഭാത ഭക്ഷണ സമയത്ത് അവരെല്ലാം ഒഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്, ഈ സമയത്താണ് അക്രമം നടത്തേണ്ടത് എന്ന രീതിയിലുള്ള ഒരു വിവരമാണ് യഥാർത്ഥത്തിൽ ഈജിപ്തിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഈജിപ്തിൽ ചെയ്യുന്ന ഈ പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ചോർന്നു പോയിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 10 മണിയാവും ടാങ്കിന്റെ അകത്തേക്ക് സൈനികർ കയറാൻ എന്നതിനാൽ 7 മണി 8 മണി സമയത്ത് അക്രമം നടത്തിയാൽ അവരെ പരാജയപ്പെടുത്താൻ സാധിക്കും എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയ ഇസ്രായേൽ 7 മണിയോടനുബന്ധിച്ചാണ് ഈജിപ്തിന്റെ സൈന്യത്തിന് നേരെ അല്ലെങ്കിൽ സൈനിക കവചിത വാഹനങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള അക്രമം നടത്തിയത്. 6 മണിക്കൂർ കൊണ്ട് ഏകദേശം വലിയ രീതിയിലുള്ള യുദ്ധ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇസ്രായേലിന് സാധിച്ചത് ആ സമയത്താണ്. അതിന്റെ കാര്യം എന്ന് പറയുന്നത് പ്രതിരോധിക്കാനോ റഡാർ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പുകൾ കിട്ടാനോ യഥാർത്ഥത്തിൽ ഈജിപ്ത് സൈന്യത്തിനും സംഘ സൈന്യത്തിനും വൈകിപ്പോയി എന്നതിനാലാണ്. അപ്പോൾ ആ യുദ്ധത്തിലുള്ള വലിയ പരാജയം അറബ് രാജ്യത്തിന് ഉണ്ടായതോടുകൂടിയാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം വലിയ ആധിപത്യമുള്ള രാജ്യമായിട്ട് ലോകം അംഗീകരിച്ചത്. പിൽക്കാലത്ത് ഈ യുദ്ധത്തിൽ പങ്കെടുത്ത പരമാവധി രാജ്യങ്ങളുടെ ഭൂപ്രദേശങ്ങളൊക്കെ വെട്ടിപ്പിടിക്കുകയും അന്നത്തെ ഇസ്രായേൽ ചെറിയ രാജ്യമാണെങ്കിൽ പിന്നിലുള്ള ഇസ്രായേൽ ആ നിലവിലുള്ള രാജ്യത്തിന്റെ 4 ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ ഈ യുദ്ധം അവർക്ക് ഇസ്രായേലിന് വലിയ ഗുണമുണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. സമാനമായിരിക്കുന്ന ഒരു ഒറ്റ സംവിധാനങ്ങൾ
ഹമാസിന്റെ നേതാവ് ഇസ്മായിൽ ഖനിയെ കൊലപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നു എന്ന തരത്തിലുള്ള അന്വേഷണമാണ് ഇറാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് രീതി പറയുന്നു. ഇറാന്റെ തലസ്ഥാനമായിരിക്കുന്ന ടെഹ്റാനിലെ ഏറ്റവും സുരക്ഷിത മേഖലയിലാണ് ഇസ്മായിൽ ഖനിയെ സാധാരണഗതി താമസിക്കാറുള്ളത്. വളരെ സുരക്ഷതാ കവചം ഒരുക്കുന്ന ഒരു വീടിന്റെ അകത്ത് താമസിക്കുകയാണ്. ആ താമസിക്കുന്ന വീടിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഡ്രോൺ അക്രമമോ അല്ലെങ്കിൽ മിസൈൽ അക്രമമോ നടന്നത് എന്നതാണ് പ്രാഥമികപരമായിരിക്കുന്ന വിവരം. മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്ന കാര്യം, മാസങ്ങൾക്ക് മുമ്പ് തന്നെ അതിൻ്റെ അകത്ത് സ്ഫോടക വസ്തുക്കൾ നിറച്ചിരുന്നു എന്നുള്ളതും റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് അത് ആ സമയത്ത് പൊട്ടിക്കുകയാണ് ചെയ്തത് എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടും പുറത്തു വരുന്നു. അങ്ങനെയെങ്കിൽ മാസങ്ങൾക്ക് മുൻപ് ഈ വീടിന്റെ അകത്തേക്ക് അക്രമം നടത്തുന്ന പ്രതിസ്ഥാനത്തുള്ളവർക്ക് എങ്ങനെ കയറാൻ പറ്റി, എങ്ങനെ അവർക്ക് ആയുധങ്ങൾ അവിടെ ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടി സാധിച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ ഇനി പുറത്തു വരേണ്ടതാണ്. അപ്പോൾ പുറത്തുനിന്നുള്ള അക്രമം ഇറാൻ എന്ന് പറയുന്ന രാജ്യാതിർത്തിയുടെ പുറത്തു നിന്നാണ് അക്രമം നടന്നത് എന്നുള്ള റിപ്പോർട്ടും, അതോടൊപ്പം തന്നെ മാസങ്ങൾക്ക് മുമ്പേ ഈ വീട് ലക്ഷ്യമാക്കിക്കൊണ്ട് ഇതിന്റെ അകത്ത് ആയുധങ്ങൾ ശേഖരിച്ചുകൊണ്ട് റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് കൊലപ്പെടുത്തിയ തരത്തിലുള്ള വിവരങ്ങളും രണ്ട് തരത്തിലുള്ള അന്വേഷണങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നു വരികയാണ്. ഏതായിരുന്നാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ യുദ്ധമുഖത്തേക്ക് കയറാനുള്ള ഏറ്റവും വലിയ സാഹചര്യമായിട്ട് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയത്തെ വിലയിരുത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഏത് തരത്തിലാണ് അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെടുക എന്നുള്ളതും ആകാംക്ഷയോടുകൂടി നോക്കുന്ന കാര്യമാണ്. ഇറാനെതിരെ നേരിട്ടുള്ള ഒരു യുദ്ധത്തിന് ഈ അമേരിക്ക ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളത് ഇതിന് മുൻപ് തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അതിന്റെ കാര്യം മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്കയുടെ പരമാവധി സൈനിക താവളങ്ങളൊക്കെ ഇറാൻ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഹിസ്ബുള്ള ഗ്രൂപ്പിനെ വെച്ചിട്ടോ ഹൂത്തികളെ വെച്ചിട്ടോ ആക്രമിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നതിനാൽ ആ രാജ്യം സുരക്ഷിതമല്ല എന്ന് മാത്രമല്ല അമേരിക്കയുടെ സൈനിക താവളങ്ങളൊക്കെ അവിടെ നിന്ന് പൂട്ടിപ്പോകേണ്ട ഒരു സ്ഥിതിവിശേഷം വരുമെന്നുള്ള കൃത്യമായിരിക്കുന്ന വിവരം യഥാർത്ഥത്തിൽ അമേരിക്കക്ക് അറിയാവുന്നതാണ്. ഇസ്മായിലിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾക്ക് യാതൊരു പങ്കാളിത്തമില്ലെന്നും തങ്ങൾ ഈ വിവരം അറിഞ്ഞിട്ടില്ല എന്നുമാണ് അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. അപ്പോൾ ആ വിഷയത്തിന്റെ അടിസ്ഥാനമായിരിക്കുന്ന കാര്യത്തിലൊന്നും യഥാർത്ഥത്തിൽ ലോകം അത് വിശ്വസിച്ചിട്ടില്ല. കാരണം സാഹചര്യത്തിനും അവസരത്തിനും അനുസരിച്ച് കള്ളത്തരം പറയുന്ന രാജ്യമാണ് അമേരിക്ക എന്നതിനാൽ ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഒരിക്കലും വിശ്വാസയോഗ്യതമല്ല എന്നുള്ള അഭിപ്രായം ഇതിന്റെ കൂടെ രേഖപ്പെടുത്താവുന്നതാണ്. അതിന്റെ കാര്യം എന്ന് പറയുന്നത്, കാര്യം നേടാൻ വേണ്ടിയിട്ട് അവർ ഏത് തരത്തിലുള്ള കള്ളത്തരം വ്യത്യസ്തമായിരിക്കുന്ന കാലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമേരിക്ക അറിയാത്ത രീതിയിൽ ഇസ്രായേൽ ഒറ്റയ്ക്ക് ഇങ്ങനൊരു ആക്രമണം നടത്താനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന തരത്തിലാണ് അഭിപ്രായം വരുന്നത്. കാര്യം എന്ന് പറയുന്നത്, ഇറാൻ എന്ന് പറയുന്ന ഏറ്റവും സൈനിക ശക്തിയുള്ള രാജ്യം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശത്രുതാപക്ഷത്ത് നിൽക്കുന്ന ഒരു രാജ്യത്തെ അമേരിക്കയുടെ അനുവാദമില്ലാതെ ആക്രമിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ വലിയ രീതിയിലുള്ള ശത്രുതാ മനോഭാവമുണ്ട്, ഉപരോധങ്ങളുണ്ട്, സാമ്പത്തിക ഉപരോധങ്ങളുണ്ട്, നയതന്ത്ര ബന്ധങ്ങളില്ല, അങ്ങനത്തെ കുറെ വിഷയങ്ങൾ അവർ തമ്മിലുണ്ട്. മാത്രവുമല്ല ഇറാന്റെ സൈനിക മേധാവിയെ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കക്ക് അതിൽ നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം ഉണ്ട് എന്നുള്ളത് അന്നത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന റൊണാൾഡ് ട്രംപ് തന്നെ പിൽക്കാലത്ത് പറഞ്ഞതാണ്. അങ്ങനെ ശത്രുതാ പക്ഷത്താണ് യഥാർത്ഥത്തിൽ ആര് നിൽക്കുന്നത്? അമേരിക്കയും ഇറാനും നിൽക്കുന്നത്. അങ്ങനെ ഇരിക്കെ അമേരിക്ക അറിയാത്ത രീതിയിൽ ഇസ്രായേൽ ഒറ്റയ്ക്കൊരു ആക്രമണം നടത്താനുള്ള സാഹചര്യങ്ങളില്ല എന്ന് വിലയിരുത്തപ്പെടുന്നു. ഏതായിരുന്നാലും ഈ വിഷയം എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ ചരിത്രപരമായിരിക്കുന്ന മണ്ടത്തരമാണ്. ഏതെല്ലാം മേഖലയിൽ ഏതെല്ലാം തരത്തിലാണ് ഇനി യുദ്ധം ഉണ്ടാവുക എന്ന് കൃത്യമായ രീതിയിൽ വിലയിരുത്താൻ പറ്റാത്തൊരു സാഹചര്യം ഇപ്പം നിലനിൽക്കുകയാണ്. ആണവായുധ കേന്ദ്രത്തിന് നേരെ ആക്രമിക്കുന്നതിനെ കുറിച്ച് പോലും ഇറാൻ ആലോചിക്കുന്നു എന്ന തരത്തിലാണ് ചില പ്രാദേശിക റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ നിജസ്ഥിതി ഒന്നും വ്യക്തമായിട്ടില്ലെങ്കിൽ പോലും ഒരാൾക്കും കൃത്യമായ രീതിയിൽ അവലോകനം നടത്താൻ പറ്റാത്തൊരു സാഹചര്യം ഇപ്പോൾ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഭീതി യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു മധ്യസ്ഥതയില്ല, മധ്യസ്ഥ റോളില്ല. മധ്യസ്ഥനായി രാജ്യങ്ങൾ വന്നാൽ അവരുമായിട്ട് സംസാരിക്കാൻ യഥാർത്ഥത്തിൽ ഹമാസിന്റെ ഭാഗത്തുനിന്ന് ആള് പോലും പോവാത്ത രീതിയിലാണ് ഹമാസിന്റെ ഏറ്റവും വലിയ സംഘശക്തി നേതാവ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഇസ്മായിൽ ഖനിയെ കൊലപ്പെടുത്തിയത്. ഈ കൊലപാതകത്തോടനുബന്ധിച്ച് യുദ്ധത്തിന്റെ രീതികൾക്കും ശൈലികൾക്കും രൂപത്തിനുമൊക്കെ വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് മിഡിൽ ഈസ്റ്റിന്റെ ഭാഗത്തു നിന്നൊക്കെ വരുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.